നമ്മളുടെ ഒരു മുൻ ബിഷപ്പ് ഉണ്ടായിരുന്നു, ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്. അപ്പോൾ അദ്ദേഹം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. വിർച്വൽ അറസ്റ്റ് ആണെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സൈബർ തട്ടിപ്പ് സംഘം തട്ടിച്ചെടുത്തത് 15 ലക്ഷം രൂപയാണ്. ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കപ്പിൾസിൽ നിന്ന്, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ തട്ടിച്ചെടുത്ത ഒരു കേസ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും സൈബർ തട്ടിപ്പിലൂടെ പോകരുത് എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? ആർക്കും നിങ്ങളെ പറ്റിച്ച് ഓൺലൈനായിട്ട് പൈസയും തട്ടിയെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതല്ലേ? അൺടിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സൈബർ തട്ടിപ്പിലൂടെ ലക്ഷങ്ങളോ കോടികളോ പോകുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളൊരു വിഡ്ഢിയാണെന്ന്, നിങ്ങൾ വിചാരിച്ചത്രയും ബുദ്ധിമാനല്ല നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നത്. നമ്മൾ ഒരു തട്ടിപ്പിന് ഇരയാവുന്നത് വരെ, പ്രത്യേകിച്ച് ഇതുപോലുള്ള പണത്തട്ടിപ്പ്, സൈബർ തട്ടിപ്പിന് ഇരയാവുന്നത് വരെ നമ്മളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ബുദ്ധിമാന്മാർ തന്നെയാണ്. നമ്മളെ ആർക്കും അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് പറ്റിക്കാൻ പറ്റത്തില്ല. സൈബർ തട്ടിപ്പാ, മറ്റവൻ പൈസ ഇടാൻ പറയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമെന്നല്ലേ വിചാരം? ഉയ്യോ, അങ്ങോട്ട് ഇടും, എനിക്ക് അത്രയും ബുദ്ധിയുള്ളവനാ, അത്രത്തോളം പഠിച്ചവനാ, MBA വിദ്യാഭ്യാസമുള്ളവനാ, ഡോക്ടറാണ്, എന്നെയൊന്നും ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല എന്നല്ലേ? എന്നാൽ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള തട്ടിപ്പിന് ഇരയാകുന്ന വ്യക്തികളുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഇതിനെ പറ്റിയിട്ട് ഉള്ള എഡ്യൂക്കേഷൻ കുറവുണ്ട്, വിവരങ്ങൾ കുറവുണ്ട്, സാങ്കേതിക വിദ്യയെ പറ്റിയിട്ട് അത്രത്തോളം അറിവുകളില്ല. അതുകൊണ്ട് തന്നെ ATM കാർഡ് റിന്യൂ ചെയ്യാനാണെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വിളിച്ച് ATM കാർഡിന്റെ നമ്പരും മറ്റേ പിന്നും OTPയും അടക്കം ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പറയുന്ന ഒരുപാട് ജനങ്ങളെ നോർത്ത് ഇന്ത്യയെ കണ്ടിട്ടുണ്ട്. കേരളത്തിലും അങ്ങനത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? എന്നാൽ അതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ബോധവാന്മാരാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മൾ ബോധവാന്മാരാണോ നമ്മൾ മലയാളികൾ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സാക്ഷരത ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന നമ്മൾ, എല്ലാ കാര്യത്തെ പറ്റിയിട്ടും അറിയാം, അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് അതിനെ പറ്റിയിട്ട് വിവരമുണ്ട്, എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന നമ്മളെ, മലയാളികളെ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ തട്ടിച്ചെടുക്കുന്നത് കോടിക്കണക്കിന് രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ വിഷയം ഞാൻ ഇപ്പോൾ സംസാരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിനെ കുറച്ച് പേഴ്സണൽ എന്ന് വിളിക്കാൻ പറ്റും. എൻ്റെ നാട്ടിൽ തന്നെ നടന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. കേരളത്തിൽ എല്ലാ മാസവും 100 കണക്കിന് സൈബർ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ തന്നെ, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കപ്പിൾസിൽ നിന്ന്, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ തട്ടിച്ചെടുത്ത ഒരു കേസ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ചേർത്തലയിലെ വളരെയേറെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ കപ്പിൾസ് ഉണ്ട്. ലേഡി ഡോക്ടർ എന്ന് പറയുന്നത് സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ? വണ്ടാനം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി പ്രൊഫസർ, അതായത് കുട്ടികളെ ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്ന ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം. ഒരു സൈബർ തട്ടിപ്പ് സംഘം ഇവരുടെ കയ്യിൽ നിന്ന് തട്ടിച്ചെടുത്തത് എത്ര രൂപയാണെന്നറിയാവോ? 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം അല്ല, 7 കോടി രൂപയാണ് ചേർത്തലയിലത്തെ ഇത്രത്തോളം റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഇത്രത്തോളം വിവരവും വിദ്യാഭ്യാസവും പ്രൊഫസർ അടക്കം, അതായത് മെഡിക്കൽ കോളേജിലെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രൊഫസർ ആയിട്ടുള്ള ഈ ഒരു കപ്പിൾസിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഇവർ കേസ് കൊടുത്തിട്ടുമുണ്ട്, FIR ഇട്ട കാര്യവുമാണ്. അല്ല കള്ളമൊന്നുമല്ല. ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ, നമ്മളുടെ മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് എല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. കള്ളമോ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതുമാണ്. അതുപോലെ മറ്റൊരു തട്ടിപ്പാണ് പാഴ്സലിന്റെ പേരിലുള്ള തട്ടിപ്പ്. അപ്പൊ എങ്ങനെയാണ് ഈ 2 സംഘങ്ങളും പ്രവർത്തിക്കുന്നത്, പ്രമാദമായിട്ടുള്ള കേസുകൾ എന്താണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ഒരു പരസ്യം പോലത്തെ ഒരു കാര്യം പറഞ്ഞോട്ടെ. പക്ഷേ അതും വളരെ ഗൗരവമായിട്ടുള്ള സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ ഇന്ത്യ നടക്കുന്ന വലിയൊരു സാമ്പത്തിക തട്ടിപ്പാണ്. നമ്മളുടെ ആധാറും പാൻ കാർഡൊക്കെ അവർ തന്ത്രപരമായി കൈക്കലാക്കി നമ്മളുടെ പേരിൽ ലോൺ എടുക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. നമുക്കറിയാൻ ഒറ്റ മാർഗം, അല്ലെങ്കിൽ പലരും അറിയുന്നത് അവരുടെ ക്രെഡിറ്റ് സ്കോർ നോക്കുമ്പോഴായിരിക്കും. അത് വളരെ ലോ ആയിരിക്കും, താഴെ ആയിരിക്കും അല്ലേ? ഇപ്പോൾ എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. അത് നമ്മളുടെ ഒരു ക്രെഡിറ്റ് വർത്തിനെസിന്റെ ഒരു ന്യൂമറിക്കൽ സംഖ്യാ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ RBIയുടെ ഒരുപാട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ബ്യൂറോസ് ഉണ്ട്. ഇവരും മറ്റു ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. ആ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മുടെ ക്രെഡിറ്റ് ഡാറ്റ ഇവർ കളക്റ്റും മെയിൻറ്റെയിനും മാനേജും ഒക്കെ ചെയ്യുന്നത്. വ്യക്തികൾക്ക് 300 മുതൽ 900 വരെയാണ് സ്കോർ നീളുന്നത്. എത്രയും കൂടുതലാണോ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ പലിശ കുറഞ്ഞ ലോണുകൾ എളുപ്പത്തിൽ കിട്ടും. മറിച്ച് ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ ലോൺ തന്നെ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇനി കിട്ടുവാണെങ്കിൽ അതിന് വലിയ ഉയർന്ന പലിശ നിരക്കായിരിക്കും. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ എന്നുള്ളത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് കാർഡ് തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാവരും ചെക്ക് ചെയ്തിരിക്കുക. അത് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം പറയാം. ഇപ്പോൾ പൈസ ബസാറിൽ ആർക്കും തന്നെ ഫ്രീ ആയിട്ട് ഒറ്റ പൈസ കൊടുക്കാതെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 750 മുകളിലാണ് നിങ്ങളുടെ സ്കോർ എങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതായിരിക്കും. പൈസ ബസാറിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ച് ഏറ്റവും പലിശ നിരക്ക് കുറഞ്ഞ ലോണുകൾ അവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല വാട്സാപ്പിലൂടെ മാസാമാസം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ പറ്റിയിട്ടുള്ള മെസ്സേജുകൾ വരുന്നതായിരിക്കും. അത് പല ഭാഷകളിലും ലഭ്യമാണ്. കൂടാതെ ട്രാൻസ് യൂണിയൻ, സിബിൽ, CRIF, ഇക്വിഫാക്സ്, എക്സ്പീരിയൻ തുടങ്ങിയ വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള ക്രെഡിറ്റ് സ്കോറും നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ലഭ്യമാവുന്നതാണ്. അപ്പോൾ എന്തായാലും പൈസ ബസാറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം കമന്റ് ബോക്സിലും ഇട്ടേക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. വിഷയത്തിലേക്ക് തിരികെ വരുവാണെങ്കിൽ ഈ ഡോക്ടർ കപ്പിൾസിന് അവിടെയാണല്ലോ പറഞ്ഞു നിർത്തിയാൽ എങ്ങനെയാണ് പൈസ നഷ്ടപ്പെട്ടതെന്ന് അറിയാവോ? അതായത് നമ്മളുടെ വിവരം, വിദ്യാഭ്യാസം, യുക്തിബോധം, മറ്റ് അറിവുകൾ, നമ്മുടെ ബുദ്ധിയുടെ ഇന്റലിജൻസ് കോഷ്യന്റ്, ഇതിനെല്ലാം മറികടക്കുന്ന ഒരു സംഭവമാണ്
പണത്തോടുള്ള ആർത്തി അല്ലേ. അതായത് ഒരാൾ പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ, അപ്പോൾ ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് കണ്ടോ, ഞങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നല്ലതുപോലെ ട്രേഡ് ചെയ്യുന്ന, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അവിടുന്ന് സിഗ്നൽസ് കിട്ടുന്നുണ്ട്, അതായത് സ്റ്റോക്ക് കയറുമെന്നോ ഇടിവെന്നോ ഒക്കെ കിട്ടുന്നുണ്ട്, അത് പ്രകാരം ഞങ്ങൾ ട്രേഡ് ചെയ്തിട്ടാണ് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയത്, നിങ്ങളുടെ കയ്യിലെ കുറച്ച് പൈസ ഞങ്ങൾക്ക് ഇട്ട് നോക്കൂ, പ്രോഫിറ്റ് ഉണ്ടാകുമോ എന്നൊക്കെ നോക്കാമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യം കുറച്ച് പൈസ അല്ലേ എന്ന് ഓർത്ത് ഇവരതിൻ്റെ അകത്തിടും. ശരിയാണ്, പറയുന്ന പോലെ തന്നെ ഇവർ കുറച്ച് പ്രോഫിറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ ഒരു സംഭവം പൈസ കിട്ടുമ്പോഴേക്കും ഇത് മുകളിലേക്ക് നമ്മൾ പൈസ കയറ്റിയിടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ലക്ഷങ്ങളും കോടികളൊക്കെ കൊടുക്കുകയാണ്. പിന്നീട് എങ്ങനെ തട്ടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും പന്തികേട് തോന്നുമ്പോഴേക്കും ഇവർ പണം തിരികെ തരണമെന്ന് പറയുമല്ലേ, അപ്പോഴാണ് മറ്റൊരു കളി വരുന്നത്. അതായത് ഈ പണം വിഡ്രോ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റൂൾ പ്രകാരം ടാക്സ് ആയിട്ട് ഇത്ര എമൗണ്ട് കൂടി അടയ്ക്കണം. അത് ഇടുമ്പോൾ പറയും RBIയുടെ ഭാഗത്തു നിന്ന് ഒരു എൻക്വയറി വന്നിട്ടുണ്ട്, ഇത്രയും പൈസ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ കംപ്ലീറ്റ് ഇട്ട് എന്നാൽ മാത്രമേ ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതായത് നമുക്ക് പോയ പൈസ തിരിച്ചു പിടിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ പൈസ ഇടിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ തന്നെ ഇവർ ഇത്രയും പ്രോഫിറ്റ് കിട്ടി, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസയാണ് വന്ന് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ ജെനുവിനും തോന്നിക്കുന്ന വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡിങ്ങും വീഡിയോസും എല്ലാ പ്രൂഫുകളും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും. ശരിക്കും ഉള്ളതാണോ? അല്ല, എല്ലാം വ്യാജമാണ്. അങ്ങനെ ഏറ്റവും അവസാനം ഈ ഡോക്ടർ കപ്പിൾസ് തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള ആകെ തുക എന്ന് പറയുന്നത് 7 കോടിക്ക് മുകളിലായിരുന്നു. 7 കോടി ഒരു സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന തുകയാണ്. ആയുഷ്കാലം സമ്പാദിച്ചു കഴിഞ്ഞാൽ പോലും 1 കോടിക്ക് പോലും മുകളിൽ പോകില്ല അല്ലേ. ഒരു ശരാശരി ആളുടെ ജീവസമ്പാദ്യം അതിലൊക്കെ എത്രയോ താഴത്താണ്. അത്രയും പൈസയാണ് ഒരൊറ്റ തട്ടിപ്പ് സംഘം ഈ ഒരു കപ്പിൾസിൽ നിന്ന് മാത്രമായിട്ട് തട്ടിച്ചു കൊണ്ടുപോയത്. ഇതുപോലത്തെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എന്തോ കോടികൾ പോയെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വ്യക്തി പോലീസിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ടിപ്പിന് ഇരയാകുന്നവരാരും തന്നെ ഭൂരിഭാഗം പേരും പുറത്തു വരണമെന്നില്ല. കാരണം നാണക്കേടാണ്. ഈ ഡോക്ടർ കപ്പിൾസ് തന്നെ ആലോചിച്ച് നോക്കുക, അവർക്ക് 1 കോടി പോയി 2 കോടി പോയി, എന്നിട്ട് അത് പോയെന്ന് മനസ്സിലായി അല്ലെങ്കിൽ തട്ടിപ്പാണെന്ന് മനസ്സിലായിട്ട് പോലും അവരുടെ ഉൾപ്രേരണ കാരണം വീണ്ടും കിട്ടുമല്ലോ എന്നോർത്ത് അതങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നാണക്കേടല്ലേ ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ളവരൊക്കെ തട്ടിപ്പിനിരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്തായാലും ഈ 7 കോടിയും പോയപ്പോഴാണ് അവർ ചേർത്തല പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത്. ഇത് തന്നെയാണ് സൈബർ തട്ടിപ്പിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ സമൂഹത്തിൽ ഉന്നതരായിരിക്കാം, വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന, സ്വയം ബുദ്ധിമാനെന്ന് വിചാരിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ പൈസ പോയാലും നമ്മൾ മിണ്ടൂല്ല. ഈ തട്ടിപ്പ് സംഘത്തിന്റെ മോഡസ് ഓഫ് ഓപ്പറേഷൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ബാക്കിയൊന്നും കേട്ടില്ലെങ്കിൽ ഇത് കേൾക്കുക. കാരണം ഞാൻ ഈ തട്ടിപ്പ് സംഘത്തിന്റെ 2 or 3 വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അത് കണ്ട് എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ അതേപടി പറയുകയാണ്. അല്ലാതെ വേറെ ആർട്ടിക്കിളിലോ ഒന്നും വായിച്ചതോ അറിഞ്ഞതോ കാര്യമല്ല. ഇത് മനസ്സിലാക്കി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമാനെന്ന് വിചാരിക്കുന്ന നിങ്ങൾ ഈ തട്ടിപ്പിന് ഇരയാവും. ഞാൻ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുകയും ട്രേഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും സ്റ്റോറീസും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. ഇതുപോലത്തെ അക്കൗണ്ടിന്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെ മാത്രം നേരിട്ട് ചെയ്യുക. മറ്റാരുടെയും കയ്യിൽ ഏൽപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു സെബി റെഗുലേറ്റഡ് പ്ലാറ്റ്ഫോമിലൂടെ മാത്രം ഈ കാര്യം ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു സ്പോൺസേർഡ് ആഡുകൾ, അതായത് മെറ്റ ആഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്പോൺസേർഡ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഓടിക്കുന്ന ഒരു പരസ്യമായിരുന്നു. അപ്പോൾ പരസ്യത്തിന് അദാനിയുടെ ചിത്രമാണുള്ളത്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്, ഈ സ്റ്റോക്കിന്റെ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ അന്നെടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ 1 ലക്ഷം രൂപ 1 കോടിയായി മാറിയാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴത്തെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് എന്ന് പറയുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ആയിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേരെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കമ്പനി ആകാം, അല്ലെങ്കിൽ വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. ഉദാഹരണം, ഞാനുണ്ടായിരുന്ന ഒരെണ്ണത്തിന്റെ പേര് ബ്ലാക്ക് റോക്ക് എന്നാണ്. ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള അത്രത്തോളം വലിയൊരു ഫിനാൻഷ്യൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ബ്ലാക്ക് റോക്ക്. അപ്പോൾ അവരുടെയൊക്കെ പേരിലുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണ്. ഞാൻ ജോയിൻ ചെയ്ത സമയങ്ങളിൽ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്കതിൽ കാണാൻ പറ്റുന്നത് ആക്റ്റീവായിട്ട് ഇന്ത്യൻ നമ്പേഴ്സ് അതിൻ്റെ അകത്ത് ചാറ്റ് ചെയ്യുകയാണ്. ഇന്ത്യൻ ഓഹരി വിപണിയെ പറ്റിയിട്ടുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന സ്റ്റോക്ക് ഇടിയാൻ സാധ്യതയുണ്ട്, ഇന്ന വാർത്ത വന്നില്ലേ, മറ്റേ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നില്ലേ, അതുകൊണ്ട് അദാനിയുടെ സ്റ്റോക്കൊക്കെ ഇടിയുമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ ഇവർ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് PDF സെഷനൊക്കെ വെച്ചിട്ട് പിന്നെ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ, വെബിനാറുകൾ ഉണ്ടാകത്തില്ലേ, അതൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അഡ്വൈസുകളും സിഗ്നലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും, അതുപോലെ ഓരോ സ്റ്റോക്കിനെ പറ്റിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള PDF കൊടുക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പ് 24/7 ആക്റ്റീവാണ്. ഒരുപാട് പേര് സ്റ്റോക്കിനെ പറ്റിയുള്ള, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നീട് ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവർ ചാറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ ആ ഒരു ഇംഗ്ലീഷിനെല്ലാം തന്നെ ഗ്രാമർ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമ്മളൊരു മലയാള സെന്റൻസ് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ഇംഗ്ലീഷ്
ഇംഗ്ലീഷിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷിൽ നല്ലതുപോലെ ഗ്രാമർ മിസ്റ്റേക്കുകൾ വരുമല്ലേ, അതുപോലത്തെ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഇവർ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെല്ലാം തന്നെ ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കുകൾ കാണാമായിരുന്നു. ഒരു സാറിനെ വിളിക്കുന്നത് ടീച്ചർ എന്നൊക്കെയുള്ള രീതിയിലാണ്. ഒരു മെയിൽ ആയിട്ടുള്ള സാറെന്ന് തോന്നിക്കുന്ന പുള്ളി, അതായത് ഈ ഗ്രൂപ്പിൽ ഒരു ഹെഡ് കാണും, ഭയങ്കര ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അനലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ്, ചേതൻ സിംഗ്, അങ്ങനെ ഓരോ സിംഗ് എന്നൊക്കെ ആയിരിക്കും അവരുടെ പേര്. അപ്പോൾ ഹൈ ടീച്ചർ ഹൗ ആർ യു അങ്ങനത്തെ നമ്മൾ വിളിക്കില്ല. അതുപോലെ ഫുള്ള് ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ തന്നെ കാര്യങ്ങളുടെ ഒരു കിടപ്പോസ് എനിക്ക് പിടികിട്ടി. ആ നമ്പറുകളിൽ നിന്ന് ചാറ്റ് ചെയ്യുന്നത് ഇതിന്റെ മെയിൻ ഹെഡായിട്ട് അഡ്മിൻ ആയിട്ടുള്ളവരൊക്കെ വേറെ ഏതോ രാജ്യങ്ങളിലുള്ള ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷെ മറ്റൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യൻ നമ്പേഴ്സ് ഉണ്ട്, അവർ കാര്യമായിട്ട് ഇതിനെപ്പറ്റി ചാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയാണ് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ നമ്പേഴ്സിന്റെ എല്ലാം മിക്ക പ്രൊഫൈൽ പിക്ചറും പബ്ലിക് ആയിരുന്നു. അതായത് നമുക്ക് പ്രൊഫൈൽ പിക്ചർ കാണാമല്ലോ, അതെല്ലാം എടുത്തു നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു കോമൺ പാറ്റേൺ ഉണ്ടായിരുന്നു. അതായത് വളരെ ക്ലാരിറ്റി കുറഞ്ഞ DP. അതായത് നമ്മളൊരു പിക്ചർ സ്ക്രീൻഷോട്ട് അടിച്ച് വീണ്ടും സ്ക്രീൻഷോട്ട് അടിച്ച് അങ്ങനത്തെ ഒരു പിക്ചറാണ് DP ഇടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നെറ്റിൽ പെട്ടെന്ന് ജസ്റ്റ് കുത്തി അതിൻ്റെ ഒറിജിനൽ ഫയലല്ല ഡൗൺലോഡ് ചെയ്തത്, ജസ്റ്റ് അതിൻ്റെ തംബ്നെയിൽ മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് DP ഒക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ക്ലാരിറ്റി തീരെ കുറവ് വരും അല്ലേ. എല്ലാ പിക്ചറിനും ഒരുപോലെ ക്ലാരിറ്റി കുറവ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് എന്തോ ചേതൻ സിംഗും അങ്ങനെ എന്തോ ആ ഒരു അനലിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയില്ലേ, പുള്ളിയുടെ DP ഞാൻ ഗൂഗിൾ ലെൻസിലിട്ട് നോക്കുമ്പോഴേക്കും അത് വേറെന്തോ ബിസിനസ്സുകാരനാണ്. ലിങ്ക്ഡിനിൽ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പ്രൊഫൈലും ഉണ്ട്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് വളരെ വ്യക്തമായി. ഈ ഇന്ത്യൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നവരില്ലേ, ഇന്ത്യക്കാരായിട്ട് ഒരു അമ്മയും മകന്റെ ഫോട്ടോ ഇട്ടവരുണ്ട്, മറ്റ് ഇന്ത്യയിൽ നിൽക്കുന്ന ഫോട്ടോ, മറ്റേ ഗോൾഡൻ ടെമ്പിളിന്റെ മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോ ഇട്ടവരുണ്ട്. ഇവരൊന്നും ഇന്ത്യക്കാരല്ല, ഇവരൊക്കെ മറ്റേതോ രാജ്യത്തുള്ള ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ പ്രോബബ്ലി ചൈനീസ് ആണെന്ന് തന്നെ നമ്മൾ അനുമാനിക്കുകയാണ്. കാരണം ചൈനീസ് അംഗങ്ങൾ വ്യാപകമായിട്ട് പല രീതിയിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഓൺലൈൻ ലോൺ തട്ടിപ്പിനെ പറ്റി ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ ചൈനീസ് സംഘങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അങ്ങനെ ഇരിക്കെ ഞാൻ ഇത് എവിടം വരെ പോകുന്ന അറിയണമല്ലോ, എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് എന്താ ബെനിഫിറ്റ്, ഇവർക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പൈസ തട്ടിയെടുക്കുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അഡ്മിൻ എന്ന് പറയുന്ന, അതായത് ഒരു സ്ത്രീയുടെ DP ഒക്കെ വെച്ചിട്ടുള്ള വ്യക്തി ഇടയ്ക്ക് എൻ്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ ഇതിൻ്റെ അകത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സ്റ്റോക്കുകളെ പറ്റിയിട്ടൊക്കെ റെക്കമെൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വിശ്വാസയോഗ്യത പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഗ്രൂപ്പ് ഒരു 2 ആഴ്ച പിന്നിട്ട് വളരെ വിശ്വാസയോഗ്യമായിട്ട് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം ഒരുപാട് ഇന്ത്യൻ അക്കൗണ്ട്സ്, ഞാനൊരു കാര്യം പറയാൻ വിട്ടു പോയി കേട്ടോ, ഇതുപോലെ ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള എന്നെ പോലുള്ള ഒരുപാട് ഇന്ത്യൻ അക്കൗണ്ട്സ് സാധാരണക്കാരെല്ലാം തന്നെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരുപാട് നൂറുകണക്കിന് ആൾക്കാർ ഇന്ത്യക്കാരൻ്റെ അടുത്തുണ്ടല്ലോ. ഇനി ഇവരുടെ തന്ത്രങ്ങൾ പതുക്കെ പുറത്തു വരാൻ തുടങ്ങിയാണ്. ഇവർ അതിൻ്റെ അകത്ത് പതുക്കെ അപ്പർ സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു പദം അവിടെ ഉപയോഗിക്കുകയാണ്. അപ്പർ സർക്യൂട്ട് എന്നൊക്കെ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു ടൈമാണ്. ഒരു സ്റ്റോക്കിന് എത്രത്തോളം മാക്സിമം റീച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇവർ പതുക്കെ എടുത്തിട്ട് കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പർ സർക്യൂട്ട് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് വളരെ ആധികാരികമായിട്ട് വിശ്വസിപ്പിക്കുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് സ്റ്റിറ്റ് ചെയ്തത്. ഞാനിവിടെ ഒറ്റ വാക്കിൽ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും, ഇതിങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. ആ ഗ്രൂപ്പിൽ വരുന്ന കാണണം ഓൺലൈൻ മറ്റേ വെബിനാറൊക്കെ വെച്ച്, അവരുടെ ഫേസ് ഒന്നും ഇല്ല, വോയിസ് ഓവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതൊരു ഇംഗ്ലീഷുകാരനെ കൊണ്ടായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനത്തെ വെബിനാറും കാര്യങ്ങളും PDF-ഉം ഇങ്ങനെ അനലിറ്റിക്സും ഒക്കെ വെച്ചിട്ടാണ് വിശ്വസിപ്പിക്കുന്നത്. അങ്ങനെ എന്തോ അപ്പർ സർക്യൂട്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് ഇവർ അതിൻ്റെ അകത്ത് വിവരിക്കുകയാണ്. അങ്ങനെ പതുക്കെ ഇവരുടെ കയ്യിലുള്ള ഒരു ബ്രോക്കറേജിനെ പറ്റി ഇവർ അതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതൊരു അപ്പർ സർക്യൂട്ട് അക്കൗണ്ട് ആണ്, ഇതിലിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലാഭമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ ചൈനീസുകാർ തന്നെയാണ്. ഇന്ത്യൻ നമ്പരം തോന്നിക്കുന്ന സംഭവത്തിന് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. പതുക്കെ വരും ദിവസങ്ങളിൽ ഇവർ പലരും ഞാൻ അപ്പർ സർക്യൂട്ട് അക്കൗണ്ട് ജോയിൻ ചെയ്ത് വളരെ ജെന്യൂൻ ആയിട്ട് എനിക്കിത് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, എങ്ങനെയാണ് ഇത് ജോയിൻ ചെയ്യാൻ സഹായിക്കുക, എന്നെ ഹെൽപ്പ് ചെയ്യാവോ, പ്ലീസ് ഹെൽപ്പ് മീ ടീച്ചർ, പ്ലീസ് ഹെൽപ്പ് മീ ടീച്ചർ എന്നൊക്കെ ആരാ പറയുന്നത്? പക്ക ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ആ ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള കംപ്ലീറ്റ് ചർച്ചയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൂർണ്ണമായിട്ടും അപ്പർ സർക്യൂട്ട് അക്കൗണ്ടുകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നൊക്കെ. അതിൻ്റെ അകത്ത് ഭൂരിഭാഗം ചൈനീസ് ഫേക്ക് അക്കൗണ്ടുകളാണ് കേട്ടോ ഇന്ത്യൻ നമ്പറിലുള്ള ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇവർ അപ്പർ സർക്യൂട്ട് അക്കൗണ്ട് ചേർന്ന് എങ്ങനെയാണെന്ന് പറയുകയാണ്. അതായത് ഇവർ പറയുന്നൊരു അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കണം നമ്മൾ. അതായത് ഒരു ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും, അതിലേക്ക് ഇത്രയും പൈസ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റും തരും. അതൊരു ഫേക്ക് ബ്രോക്കറേജ് ആണ്, അതായത് ഫേക്ക് ആയിട്ടുള്ള അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുക, ഇന്ന പൈസ ഇത്രയും പൈസ ആ ഒരു അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പൈസ ഈ ഒരു അക്കൗണ്ടിൽ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ് ഒക്കെ. വരും ദിവസങ്ങളിൽ ഓരോരുത്തർ സ്ക്രീൻഷോട്ട് ഇടുകയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും ഭയങ്കര പ്രോഫിറ്റ് കിട്ടിയെന്നായിരിക്കും ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നതെന്ന്. കാരണം ഒരുപാട് ഇന്ത്യക്കാർ വേറെ ജോയിൻ
ചെയ്തിട്ടുണ്ടല്ലോ എന്നെ പോലുള്ളവർ. അപ്പോൾ അവരെ വിശ്വസിപ്പിക്കാൻ അല്ല, ഇവർ വളരെ തന്ത്രപരമായിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ലോസ് സംഭവിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇപ്പോൾ 10 ലക്ഷം രൂപ ഇട്ടിട്ട് ചിലപ്പോൾ 2000 രൂപ കയറിയതൊക്കെ ആയിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ, പിന്നെ നഷ്ടങ്ങൾ സംഭവിച്ചായിട്ട് കാണിക്കുന്നു. അതായത് വളരെ ജെനുവിനെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇവർ എല്ലാ കളികളും കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് ചാറ്റ് ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് ഇടുന്നു, ഇതിനെ പറ്റിയിട്ട് ഡിസ്കഷൻ. പിന്നെ പതുക്കെ ഇത് പ്രോഫിറ്റിലേക്ക് ആക്കി തുടങ്ങി. അതായത് വൻ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ഇവർ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട്, അതായത് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, പ്രോഫിറ്റ് സംഭവിക്കുന്നുണ്ട്, മറ്റ് ശരിക്കും ഓഹരി വിപണി ഇടുന്നതിനേക്കാളും ഒരുപാട് പ്രോഫിറ്റ് അപ്പർ സർക്യൂട്ട് അക്കൗണ്ടിൽ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളുടെ യഥാർത്ഥ ഇന്ത്യക്കാർ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, ഇവരും ഇതിൻ്റെ അകത്ത് ഉള്ള അഡ്മിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പൈസ ഇടാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ പാവങ്ങളായിട്ടുള്ള ഇന്ത്യക്കാർ ഈ ചൈനീസ് സംഘം പറയുന്ന അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുകയാണ്. അവർക്ക് ഇന്ത്യയിൽ ഏജൻസ് ഉണ്ട് കേട്ടോ, അതില്ലാതെ ഒരിക്കലും ഈ ഒരു പരിപാടി നടക്കത്തില്ല. ഇവർ എന്തോ ICICI ബാങ്കിൻ്റെ അക്കൗണ്ടൊക്കെ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇടുമ്പോൾ ഇവർക്ക് ആ ഒരു ബ്രോക്കറേജ് വെബ്സൈറ്റും ഒക്കെ ഓപ്പൺ ആക്കി കൊടുക്കും. അങ്ങനെ ഇവർ നോക്കുമ്പോൾ ഇത്രയും പൈസ അതിൻ്റെ അകത്ത് റിഫ്ലക്ട് ആയിട്ടുകൊണ്ട് പ്രോഫിറ്റ് കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നു, പെട്ടെന്ന് പ്രോഫിറ്റ് കയറുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇവർ പറയുകയാണ്, അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, അപ്പർ സർക്യൂട്ട് ഇത്രയും പൈസ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നല്ല പ്രോഫിറ്റ് ആയിരിക്കുമെന്ന്. അന്ന് ഇവർ ഇടത്തില്ല, മറ്റുള്ളവരിട്ട് പ്രോഫിറ്റ് കിട്ടിയെന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഫോമോ കിട്ടുമല്ലേ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അടുത്ത സിഗ്നൽ വരുമ്പോൾ നമ്മളും കൂടി ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. അങ്ങനെ ഈ ചൈനീസ് സംഘങ്ങൾ പിന്നിൽ പ്രവർത്തിച്ച് അപ്പർ സർക്യൂട്ട് അക്കൗണ്ട് എന്നുള്ള ഒരു വ്യാജ സംഭവം ഉണ്ടാക്കിയിട്ട് അതിലെ കൊണ്ട് ഈ പാവങ്ങളായിട്ടുള്ള ഇന്ത്യക്കാരെ കൊണ്ട് പൈസ ഇടിപ്പിക്കുന്ന രീതിയായിരുന്നു ഈ തട്ടിപ്പിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ തട്ടിപ്പ് സംഘങ്ങളെ കാണുമ്പോഴേക്കും അവരെ ചീത്ത വിളിക്കണം അത് ഇതൊക്കെ തോന്നാറുണ്ട്. ഞാൻ മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ, അതായത് അഡ്മിൻ എന്ന് പറയുന്ന ഇന്ത്യൻ നമ്പർ ഉണ്ടല്ലോ, ഇന്ത്യൻ വാട്സാപ്പ് നമ്പറാണ്, ഇന്ത്യൻ DP ആണ്, ചൈനീസിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ഇവരുടെ അക്കൗണ്ടിലേക്ക് കുറേ തെറികളോ അത് ഇതൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഓഡിയോ ആയിട്ട് ചൈനീസിൽ എന്നെ തെറി വിളിക്കുകയാണ്. ചൈനീസിൽ തെറി കേട്ടിട്ടുള്ള ആദ്യത്തെ മലയാളി അല്ലെങ്കിൽ മലയാളി യൂട്യൂബർ ഞാനായിരിക്കും ഒരു പക്ഷേ. എന്തായാലും നമുക്കിത് ഉറപ്പിക്കണമല്ലോ, നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ തെളിവുകൾ വേണമല്ലോ. ഇതിന് വേണ്ടിയിട്ട് ഒന്ന് കൺഫേം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ചൈനീസ് ടെക്സ്റ്റ് അയച്ചപ്പോൾ അവർ തിരിച്ച് ചൈനീസിൽ ഓഡിയോ എനിക്ക് അയക്കുകയാണ്. ആ ഓഡിയോ ഞാൻ വേറൊരു ഫോണിൽ കേൾപ്പിച്ച് നോക്കിയപ്പോൾ പച്ചത്തെറിയാണ്, അത് വേറൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചൈനീസ് സംഘങ്ങൾ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ഓഹരി വിപണിയാണ്, ഇന്ത്യൻ ഓഹരി വിപണിയാണ്, ഞങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടാൽ ഞങ്ങൾ ട്രേഡ് ചെയ്ത് അപ്പർ സർക്യൂട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൺവിൻസിങ്, നിങ്ങൾ അത്രത്തോളം വിശ്വസിപ്പിക്കും. ഇവിടെയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ബുദ്ധിമാനല്ല, പറ്റിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരാൾ ചിന്തിച്ചു പോകും. പ്രത്യേകിച്ച് കയ്യിൽ ഒരുപാട് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുണ്ട്, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നറിയാത്തവർ ഈ പൈസയൊക്കെ എവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവർ സാധാരണക്കാരുണ്ടല്ലോ, ഇവരൊക്കെ ഈ പൈസ അതിലേക്ക് ഇട്ട് ഇവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇതുപോലുള്ള 3 വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ അംഗമായിരുന്നു. ഞാൻ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തി ചൈനീസിൽ അവർക്ക് തെറിയച്ച്, അവരും തിരിച്ച് ചൈനീസിൽ ഓഡിയോ ആയിട്ട് തെറിയച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ.被他妈车撞了，你妈，你他妈就是个臭傻逼！哭你妈了个逼呀！哭哭哭！怎么说？你在干嘛？你为什么要这样对我？അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുക, ഇതിന്റെ മോഡസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഓഹരി വിപണിയുടെ പേരിൽ ചൈനീസ് സംഘങ്ങൾ തട്ടിപ്പ് നടത്തുന്നു. ഇതിനു മുമ്പ് ചൈനീസ് സംഘങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് മണി ചെയിൻ ആയിരുന്നു. അതായത് മൈനിങ് ആണ്, ഇത്രയും പൈസ നിക്ഷേപിക്കുകയാണെങ്കിൽ റിട്ടേൺ തരും. ആദ്യത്തെ ദിവസങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് റിട്ടേൺ കിട്ടും. പക്ഷേ അതൊരു മണി ചെയിൻ സ്കീമാണത്. അതായത് നിങ്ങളുടെ താഴെ ചേർക്കുമ്പോഴേക്കും അവരിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് മുകളിലേക്ക് തരുന്ന സ്കീമാണ്. അവസാനം ഒരു വലിയ കോടിക്കണക്കിന് രൂപയായിട്ട് ഇന്ത്യയിൽ നിന്ന് കടന്നു കളയുന്നു. അത് പിന്നെ ക്രിപ്റ്റോയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള തട്ടിപ്പ് എന്ന് പറയുന്നത് ചൈനീസ് ലോൺ ആപ്സ് ആയിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചൈനീസ് തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമാണ്. ഒരു ഇന്ത്യക്കാരനാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ നമ്മളുടെ പോലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ, ശക്തമായിട്ട് തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ സാധിക്കും. പക്ഷേ ഇവരെയൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിന്റെ ഏജന്റ് ആയിട്ട് നിന്നിട്ടുള്ളവർ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഫോൺ നമ്പർ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നവരുണ്ടല്ലോ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കേരളത്തിൽ നിന്ന് മലബാറിൽ നിന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു 2 പേര്. ഇവർക്ക് വേണ്ടിയിട്ട് ഫോൺ നമ്പറുകൾ തരപ്പെടുത്തി കൊടുക്കുന്നവരായിരുന്നു ആ 2 പേര്. ഈ ചൈനീസ് തട്ടിപ്പ് സംഘങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ തട്ടിപ്പ് സംഘങ്ങൾക്ക് ഒക്കെ. പക്ഷെ ഇവരെ പിടിക്കുന്നതുകൊണ്ട് എന്താ കാരണം? അവർ വെറുതെ സിമ്മുകൾ ഒരുപാട് ഇങ്ങനെ അവരുടെ ഒരു രീതിയിൽ കളക്ട് ചെയ്ത് നമ്പർ സെറ്റാക്കി വാട്സാപ്പ് സെറ്റാക്കി കൊടുക്കുന്ന ആൾക്കാർ മാത്രമായിരുന്നു. ഇനി ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ട് സെറ്റാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അവരെ പിടിച്ചിട്ടുണ്ട്. കാര്യം ഇവരുടെ അക്കൗണ്ടിൽ വരുമ്പോൾ തന്നെ ഇവർ വേറെ സ്വിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഇവരുടെ ചൈനീസ് അക്കൗണ്ടിലേക്ക് മാറ്റിയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പൈസ എല്ലാം പോകുന്നത് ഒന്നെങ്കിൽ ചൈനയിലായിരിക്കും, അല്ലെങ്കിൽ കംബോഡിയ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് ആഫ്രിക്കൻ കൺട്രീസ് ആകും, ചിലപ്പോൾ നെതർലാൻഡ് ബേസ് ചെയ്തുള്ള അക്കൗണ്ടുകളിലേക്ക് പോകാറുണ്ട്. നമ്മളുടെ പൈസ പോയി, അത്രയേ ഉള്ളൂ മിച്ചം. അല്ലാതെ അവരെ പിടിക്കാതിരിക്കുമോ? നമ്മളുടെ പൈസ പോയോ? നമ്മുടെ ഒരു ആയുഷ്കാലം ഉണ്ടാക്കിയ പൈസ മൊത്തം പോയോ? പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനി ഇന്ത്യക്കാരനാണെങ്കിൽ ഒരുപക്ഷെ പിടിച്ച് തിരിച്ചെടുക്കാനൊക്കെ സാധിക്കുമായിരിക്കും. പക്ഷെ ഇവിടെ അതിനുള്ള ഒരു ഓപ്ഷൻ 1% പോലും ഇല്ല. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പിന്റെ രീതി ഇപ്പോഴും കേരളത്തിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന, പെട്ടെന്ന് അത് പുതിയൊരു സംഭവമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിനെ പറ്റിയിട്ട് ബോധവാന്മാരല്ല. അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്.
അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ അറസ്റ്റ് ആണ്. ഇതിൽ ഏറ്റവും പ്രമുഖമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേസായിരുന്നു. അതായത് നമ്മളുടെ ഒരു മുൻ ബിഷപ്പ് ഉണ്ടായിരുന്നു, ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്. അപ്പോൾ അദ്ദേഹം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. വിർച്വൽ അറസ്റ്റ് ആണെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സൈബർ തട്ടിപ്പ് സംഘം തട്ടിച്ചെടുത്തത് 15 ലക്ഷം രൂപയാണ്. ഇതിന്റെ പിന്നിൽ ഇന്ത്യക്കാരാണ് കേട്ടോ, ചൈനക്കാരൊന്നും തന്നെയല്ല. ഇതിന്റെ പിന്നിൽ ഇന്ത്യക്കാർ തന്നെയാണ്. എന്താണ് ഈ വിർച്വൽ അറസ്റ്റ്? എങ്ങനെയാണ് ഡോക്ടർ ഗീവർഗീസിനെ പോലുള്ള അത്രത്തോളം വിദ്യാഭ്യാസവും ഡോക്ടറേറ്റും അറിവും ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുള്ള, മനുഷ്യനെ മനസ്സറിയാവുന്ന അദ്ദേഹമൊക്കെ ഈ ഒരു തട്ടിപ്പിന് ഇരയായത്? എന്താണ് വിർച്വൽ അറസ്റ്റ് എന്ന് നോക്കാം. ഒരു ദിവസം രാവിലെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഈ കോൾ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ്, ഏത് തട്ടിപ്പാണെങ്കിലും അത് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ പരമാവധി അവരെ വലിച്ചു നീട്ടും. കാര്യങ്ങൾ പറ. അയ്യോ പേടിക്കുന്ന പോലെ കാണിച്ച് അവസാനം ഒന്ന് പോടാവില്ല എന്ന് പറഞ്ഞ് പോകും. അങ്ങനത്തെ സ്കീം തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്തായാലും ഈ കോളിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുംബൈ എയർപോർട്ട് അല്ലെങ്കിൽ ഡൽഹി എയർപോർട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്ന ഒരു പാഴ്സൽ ഇല്ല, ഫ്രാൻസിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്ന പാഴ്സൽ ഇല്ല, അതിവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും, പാഴ്സലോ? ഞാനൊന്നും അയച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ പറയും, നിങ്ങളായിരിക്കത്തില്ല, പക്ഷേ ചില സംഘങ്ങൾ നിങ്ങളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിലേക്കോ അല്ലെങ്കിൽ വല്ല ആഫ്രിക്കൻ കൺട്രീസിലേക്കൊക്കെ ഒരു പാഴ്സൽ അയക്കാൻ ശ്രമിച്ചുവെന്നും ആ പാഴ്സൽ പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള സബ്സ്റ്റൻസ്, അതായത് MDMA പോലുള്ള മയക്കുമരുന്ന്, ഒരുപാട് സ്വർണ്ണങ്ങൾ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളൊക്കെയാണെന്നും പറഞ്ഞിട്ട് അതിവിടെ കസ്റ്റംസ് ഓഫീസിൽ പിടിച്ചു വെച്ചിരിക്കുകയെന്നും പറഞ്ഞായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. ഈ സംസാരിക്കുന്ന വ്യക്തികൾ വളരെ ഡീസൻ്റ് ആയിട്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയായിരിക്കും സംസാരിക്കുന്നത്. എന്നിട്ട് അവർ പറയും, ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാനിത് മറ്റേ ഡൽഹി പോലീസിലേക്കോ അല്ലെങ്കിൽ ഡൽഹി സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിലേക്കോ വല്ലതൊക്കെ കണക്ട് ചെയ്തിട്ടെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും, കണക്ട് ചെയ്തോ, നമ്മളല്ലല്ലോ, നമുക്ക് സംസാരിക്കാമല്ലോ, ചുമ്മാ സംസാരിക്കല്ലേ എന്ന് വിചാരിക്കും. അവിടെ മുതലാണ് കഥകൾ മാറുന്നത്. നിങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ, നോർമൽ കോളാണ്, വീഡിയോ കോളൊന്നും അല്ല, നിങ്ങൾ കേൾക്കുന്നത് നല്ല ഒച്ചയും ബഹളമുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെ വയർലെസ് സെറ്റുകളൊക്കെ ഇല്ലേ, അതൊക്കെ ബാക്ക് ഡ്രോപ്പിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓഫീസറിനെ പോലെ തന്നെയായിരിക്കും. എടുത്തടിച്ചപടി പുള്ളി കാര്യം ചോദിക്കത്തില്ല. പുള്ളി പെട്ടെന്നൊരു കോൾ കണക്ട് ചെയ്ത് കിട്ടിയ പോലെ എന്താണ് സംഭവം, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം, ഇന്നൊരു സംഭവത്തിന്റെ പേരിൽ കോൾ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പോൾ ചോദിക്കും, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേരിൽ ഒരു സംഭവം രജിസ്റ്റർ ആയിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ അയച്ച പാഴ്സല് ഇന്ന മയക്കുമരുന്നൊക്കെ ഉണ്ട്, ഇത് വിഷയമാണ്, നിങ്ങളായിരിക്കില്ല അയച്ചത്, പക്ഷേ നിങ്ങളുടെ പേരിലാണ് പോയിട്ടുള്ളത്, ഞങ്ങൾക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞായിരിക്കും ഒരു കൃത്യമായിട്ട് ഒരു പോലീസുകാരുടെ രീതിയിലും ഒഫീഷ്യൽ രീതിയിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവർ പറയും, ഞങ്ങളിത് മെയിൻ ക്രൈം ഡിവിഷൻ ഉണ്ട് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിലേക്ക് കൈമാറുകയാണ്, കമ്മീഷണറിനെ നിങ്ങളെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് പറയും. ആ വീഡിയോ കോളിലാണ് കാര്യങ്ങൾ മാറി മറിയാൻ പോകുന്നത്. നിങ്ങളൊരു പോലീസ് സ്റ്റേഷൻ്റെ അകം എങ്ങനെയാണ് നേരിട്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിനിമകളിൽ എന്തായാലും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നു കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ വീഡിയോ കോളിൽ വിളിക്കുകയാണ്. വാട്സാപ്പ് വീഡിയോ കോൾ ആകാം, പ്രധാനമായിട്ട് സ്കൈപ്പാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നോക്കുമ്പോഴേക്കും ഒരുപാട് പോലീസുകാർക്ക് യൂണിഫോം ഇട്ട് കിടക്കുന്നു. ഇവരുടെ പുറകിൽ മറ്റേ പോലീസിന്റെ അവരുടെ സ്റ്റേറ്റിന്റെ എംബളമൊക്കെ ഉണ്ട്. ഡൽഹി പോലീസ് എന്നോ CBI എന്നോ കൃത്യമായിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് വന്നിട്ട് എന്തോ ഫയലൊക്കെ കൊടുത്ത് സൈൻ ചെയ്യിപ്പിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോവുകയാണ്. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കുന്നതായിട്ട് കാണിക്കണം, ഇന്ന ആളല്ലേ, നിങ്ങൾ ഇത് കുറച്ച് പ്രശ്നമാണ്, രാജ്യദ്രോഹമാണിത്, നിങ്ങളെ ഞങ്ങൾ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് ഓൺലൈനായിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അത്രത്തോളം വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയാണ്. അല്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു പോലീസുകാരൻ വീഡിയോ കോൾ, യൂണിഫോം ഇട്ടൊരു പോലീസുകാരൻ, ഒരുപാട് പോലീസുകാർ അവിടെ നടപ്പുണ്ട്, ചിലപ്പോൾ കുറ്റവാളികളെ പോലെ തോന്നുന്ന ഒരാൾ അവിടെ ബെഞ്ചെ മൂലയ്ക്ക് ഇരുത്തിയിട്ടുണ്ട്. അത് പിന്നെ എന്താണ് നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ കാരണമല്ലേ? അവിടെയാണ് അവരുടെ ബുദ്ധി എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണ്, ഇത് രാജ്യദ്രോഹമാണ്, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, ഓൺലൈൻ കസ്റ്റഡിയിലാണ്, ഇത് ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്, ഒന്ന് എൻക്വയറി ചെയ്ത് വിടണം. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോലീസ് വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പേടിക്കും. അപ്പോൾ നമ്മൾ പറയാം, അതൊന്നും വേണ്ട, നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ തരാമെന്ന് പറയും. അപ്പോൾ ഇവർ ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം ഇവർ പറയുന്ന ചില കാര്യങ്ങൾക്ക് അയച്ചു തരും. RBIയുടെ, ഇൻകം ടാക്സിൻ്റെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ, കസ്റ്റംസിൻ്റെ എന്നൊക്കെ തോന്നിക്കുന്ന രേഖകൾ എന്ന് തോന്നിക്കുന്ന സംഭവങ്ങളായിരിക്കും. എന്നിട്ട് പറയും നിങ്ങളുടെ അക്കൗണ്ടിലുള്ള, അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും, നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ചോദിക്കും, അതിൽ UPI ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ ഏതാണെന്ന് ചോദിക്കും, തന്ത്രപരമായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ നിങ്ങൾ പറയില്ല, ഇതിലൊക്കെ എത്ര ബാലൻസുകൾ വെച്ചാൽ ഉള്ളതെന്ന്. എന്നിട്ട് പറയും ഇന്ന അക്കൗണ്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബാലൻസ് ഉള്ള അക്കൗണ്ട് ഏതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പറയും ഇന്ന അക്കൗണ്ടിൽ നിന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇവർ മറ്റേ മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന അക്കൗണ്ട് ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്, ഈ പൈസ ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്, അതായത് കൃത്യമായിട്ട് ഇത് ഒറിജിനൽ പൈസയാണോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ ഡൽഹി സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നെ, അല്ലെങ്കിൽ CBIയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അക്കൗണ്ട് നമ്പർ തരും. കൃത്യമായിട്ട് ഒരു അതോറിറ്റിയുടെ അക്കൗണ്ട് പോലെ ആയിരിക്കും തോന്നിക്കുന്നത്, പേരൊക്കെ തന്നെ CBI, മുംബൈ പോലീസ്, ഡൽഹി പോലീസ് എന്നൊക്കെ പറഞ്ഞായിരിക്കും. അങ്ങനെ തന്ത്രപരമായിട്ട് നമ്മളെ കൊണ്ട് ആ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ഇടിപ്പിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ നമ്മളും ചിന്തിക്കും, അങ്ങനെ ആരെങ്കിലും ഇടുമെന്ന്. പക്ഷേ ആ ഒരു സാഹചര്യം നോക്കിയേ, ഒരു പോലീസ് സ്റ്റേഷനിലിരുന്ന് ഒരു പോലീസുകാരൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചുറ്റും പോലീസുകാരും, അവിടെ കുറ്റവാളികളെ പോലുള്ളവർ ഒരുപാട് പേരുണ്ട്, ഒരുപാട് സെല്ലുകളുണ്ട് പോലീസ് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ചുറ്റും പോലീസുകാരൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മൾ ഈ പൈസ അയച്ചു കൊടുക്കുകയും ആ പൈസ അവർ തട്ടിച്ചെടുത്തുകൊണ്ട് പോവുകയുമാണ് ചെയ്യുന്നത്. ഇനി ഏറ്റവും പ്രധാന കാര്യം, നിങ്ങളൊരു സൈബർ ക്രൈം തട്ടിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പെടാതിരിക്കാം. നിങ്ങളൊരു തട്ടിപ്പുകളിൽ ഒരു പക്ഷേ വീണ് പോയേക്കാം, ആർക്കും സംഭവിക്കാം എന്നുള്ള കാര്യമൊക്കെ ഉള്ളൂ. അപ്പോൾ എങ്ങാനും നിങ്ങളൊരു സൈബർ തട്ടിപ്പിന് ഇരയാണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒന്നും പോകേണ്ട, നിങ്ങളൊരു നമ്പർ ഉണ്ട് 1930. ഇത് നമ്മളുടെ കേരള പോലീസിന്റെ തന്നെ സൈബർ തട്ടിപ്പ് മാത്രം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്പറാണ്. ഓർത്ത് വെച്ചോളുക, 1930. മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചോളുക. നിങ്ങൾ സൈബർ തട്ടിപ്പ്, അത് 500 ആകട്ടെ, 5000 ആകട്ടെ, 5 ലക്ഷം ആകട്ടെ, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അപ്പോഴേ റിപ്പോർട്ട് ചെയ്യുക. ഈ നമ്പർ എന്നുള്ളത് ഒരു കൺട്രോൾ യൂണിറ്റ് നമ്പർ ആയതുകൊണ്ട് നിങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്ന പോലെ അല്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഞങ്ങൾ കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തള്ളുമായിരിക്കും അല്ലേ. പക്ഷേ ഇതൊരു കൺട്രോൾ റൂം നമ്പർ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർ നോട്ട് ചെയ്യും, കൃത്യമായിട്ട് ഇതിന്റെ പ്രൊസീഡിങ് നമ്മളുടെ കേരള പോലീസ് ആരംഭിക്കും. അപ്പോൾ 1930 അപ്പം തന്നെ വിളിച്ച് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അത് പ്രകാരം നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും. അടുത്ത പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ കേസ് എടുക്കും. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ആ സ്റ്റേഷനിലേക്ക് കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങളെ കേരള പോലീസും കേരള സൈബർ പോലീസും ഒക്കെ തന്നെ സഹായിക്കും. പക്ഷേ ഓർക്കുക, ചൈനീസ് സംഘമാണ് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കോടിക്കണക്കിന് രൂപ അവിടെ ചൈനയിലും കംബോഡിയയിലും അല്ലെങ്കിൽ മംഗോളിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ആ പൈസ പോയത് തന്നെയാണ്, അത് വേറെ കാര്യം. ഇനി തട്ടിപ്പിൽ പെടാതിരിക്കണമെങ്കിൽ ഒന്നാമത്തത് വേണ്ടത് ഈ ഡിജിറ്റൽ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ, ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ഉപയോഗിക്കാനുള്ള അറിവാണ്. അതായത് ഇപ്പോൾ കുറച്ച് പ്രായം ചെന്നിട്ടുള്ള മിഡിൽ ഏജ് ആയിട്ടുള്ളവരൊക്കെ പെട്ടെന്ന് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരായിരിക്കാം, ആദ്യമായിട്ടായിരിക്കും അവർ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു പേയ്മെന്റ് റിക്വസ്റ്റ് ആണ് വരുന്നതെങ്കിൽ പോലും, അതായത് ഒരാൾ പറയുകയാണ് ഞാൻ 5000 രൂപ അങ്ങോട്ട് അയച്ചേക്കാന്ന് പറയുകയാണ്, അത് പക്ഷേ അത് സെൻഡ് ആവുന്നില്ല, ഒന്ന് ഓക്കെ അടിച്ച് നിങ്ങളുടെ പിൻ നമ്പർ അടിച്ച് വിട്ടേക്കാന്ന് പറയാം. നമുക്ക് ഗൂഗിൾ പേയിൽ പേയ്മെന്റ് റിക്വസ്റ്റ് കൊടുക്കാം. നിങ്ങളുടെ കൂട്ടുകാരനോട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം, അവിടെ ഒരു 5000 രൂപ അടിച്ചെന്ന്. അപ്പോൾ അവന് ഗൂഗിൾ പേയിൽ വരും, നിങ്ങളുടെ കോൺടാക്റ്റിൽ വരും, ഇത്രയും പേ എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അത് പെട്ടെന്ന് 5000 രൂപ ഇങ്ങോട്ട് വരാനുള്ളതല്ലേ, ഇത് ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പിന്നടിച്ച് വിടും. 5000 രൂപ അങ്ങോട്ട് പോയി. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നടക്കുന്ന ഒരു തട്ടിപ്പാണ്, ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ ഓണറാണെന്ന് വെച്ചാൽ റൂം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റൂമിന് ഒരു ദിവസം 2000 രൂപയാണ്. അപ്പോൾ ഒരു ടീം വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണ്, നിങ്ങളുടെ റൂം വേണം, നിങ്ങളുടെ ഗൂഗിൾ പേ ഞാൻ പൈസ അയച്ചു തരാമെന്ന് പറയുകയാണ്. അപ്പോൾ 2000 രൂപയാണല്ലോ. പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഒരു SMS വരികയാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ 20000 രൂപ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞു. ഉടനെ തന്നെ നിങ്ങൾക്ക് നോക്കാനുള്ള സമയം പോലും കിട്ടാതെ ആ ടീം തന്നെ വിളിക്കുകയാണ്, അയ്യോ ബ്രോ ഒരു തെറ്റ് പറ്റി കേട്ടോ, 2000 എന്നുള്ളതിന് പകരം 20000 രൂപയായി പോയി, നിങ്ങളെ ബാക്കി 18000 രൂപ എനിക്കൊന്ന് ഇങ്ങോട്ടൊന്ന് അയച്ചു തരാമോ, ഇതാണ് നമ്പർ, മറ്റേ നമ്പറിൽ അയക്കേണ്ട, അപ്പോൾ വേറൊരു നമ്പർ തരും അല്ലേ. നിങ്ങൾ ആ സമയത്ത് ഗൂഗിൾ പേ നോക്കി വെരിഫൈ ചെയ്യാൻ പോയിട്ടുണ്ടാകത്തില്ല. ഇനി ഗൂഗിൾ പേ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഈ 20000 പേയ്മെന്റ് ഡൺ എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടാകും. പെട്ടെന്ന് ആ വെപ്രാളത്തിൽ നിങ്ങൾ 18000 അയച്ചു കൊടുത്ത് അങ്ങനെ, അതായത് എമൗണ്ട് ഒരു 0 കൂടി പോയി, ബാക്കി തുക ഇങ്ങോട്ട് ഇട്ട് തരാമോ എന്നും പറഞ്ഞിട്ട് ഇതുപോലത്തെ ബിസിനസ്സുകാരെയും അല്ലെങ്കിൽ കടക്കാരെയും ഒക്കെ ഇങ്ങനെ വിളിച്ച് പറ്റിക്കുന്ന ഒരു വലിയ തട്ടിപ്പും ഇപ്പോൾ നടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിലും അതുപോലെ പേയ്മെന്റ് റിക്വസ്റ്റ് അയച്ചിട്ടുള്ള തട്ടിപ്പുകളിലും വീഴാതിരിക്കുക. അടുത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്, പൈസയ്ക്ക് ആർത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിയുണ്ടെന്നോ വിവരമുണ്ടെന്നോ സാക്ഷരതയുണ്ടെന്നോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുണ്ടെന്നോ നിങ്ങൾ വലിയ സയന്റിസ്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൈസയ്ക്ക് ആർത്തി ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഏത് തട്ടിപ്പിലും കൊണ്ട് ഇടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചേർത്തലയിലുള്ള ഡോക്ടർ കപ്പിൾസിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലരും ഉന്നത പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ആരും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓർക്കുക, മൂന്നാമതൊരു വ്യക്തി വന്ന് പറയുകയാണ് നിങ്ങളുടെ പൈസ എനിക്ക് ഞാൻ ട്രേഡ് ചെയ്ത് ഒരുപാട് ലാഭം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുമക്കളെ അവനെ ഒന്ന് നോട്ടം വെച്ചോളുക. എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിക്കോളുക. ഭൂരിഭാഗവും പൈസ തട്ടിക്കാനുള്ള സ്കീമായിരിക്കും. ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞല്ലോ, ഈ മൂന്നാമതൊരാൾ മുതൽ അങ്ങോട്ടുള്ള ആരും തന്നെ നിങ്ങൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി തരും. നിങ്ങളുടെ പൈസ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി വെറുതെ അധ്വാനിച്ച് തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും വെട്ടികളാണ്. ഇപ്പോൾ ഈ മൂന്നാമതൊരാളെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ 1-2 ആരാണ്? അപ്പോൾ അത് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്, നമ്മളുടെ പൈസ എടുത്തിട്ട് ആ മ്യൂച്വൽ ഫണ്ടിന്റെ മാനേജേഴ്സ് ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരികയാണ്. ബാങ്കിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് തരിക? നമ്മളുടെ പൈസ വേറൊരാൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് നമുക്ക് നിക്ഷേപിച്ച് തരികയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യാണ്, എൻ്റെ പൈസ ഇട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് കണ്ടോ, നല്ല പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്കാം ആണെന്ന് ഉറപ്പിച്ചോളുക. ഇവരല്ലാണ്ട് ആരും തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരത്തില്ല. ഇനി ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? അതായത് ഞാൻ പറഞ്ഞല്ലോ, മ്യൂച്വൽ ഫണ്ട്, ബാങ്കുകളൊക്കെ ഉണ്ട്. അവർ നമ്മളുടെ പൈസ എടുത്ത് നമുക്ക് പൈസ ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ വളരെ ജെന്യുവൻ ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അതിന്റെ അടിയിലാണ് നമ്മുടെ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് വരുന്നത്. ഇപ്പോൾ ഒരുപാട് ബ്രോക്കറേജുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓഹരി വിപണി ട്രേഡ് ചെയ്യാനൊക്കെ നമ്മളുടെ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോംസ്.
ഇതിലൂടെ മാത്രം നിങ്ങൾ ഓഹരിയിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുക. ഒറ്റ കാര്യം നോക്കിയാൽ മതി, സെബി റെഗുലേറ്റഡ് ആണോ എന്ന് മാത്രം നോക്കുക. പിന്നെ നമ്മുടെ ബാങ്കുകളൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ബാങ്കുകളെല്ലാം തന്നെ RBI അംഗീകൃതമായിട്ടുള്ള ബാങ്കുകളാണ്. അപ്പോൾ ചുരുക്കത്തിൽ അതോറിറ്റിയാണ് നിങ്ങൾ നോക്കേണ്ടത്. നമ്മളുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണോ അത്? ഇത് ബ്രോക്കറേജ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബാങ്കുകളാകട്ടെ, സഹകരണ ബാങ്കുകളാകട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ. സഹകരണ ബാങ്കിലൊക്കെ ഇടാൻ നിന്ന് കഴിഞ്ഞാൽ അറിയുള്ളൂ, സഹകരണ ബാങ്കിലൊക്കെ കോടികളുടെ തട്ടിപ്പ് നടക്കുന്ന ഒരു സമയമാണ്. സൂക്ഷിച്ച് മാത്രം ഇടുക. സഹകരണ ബാങ്കിൽ ഇടുന്നത് നിയമപരമാണ്, നിങ്ങൾക്ക് ലാഭമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അവിടുന്ന് തട്ടിച്ചു കൊണ്ടുപോകുന്ന കഥകൾ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. കോടിക്കണക്കിന് തട്ടിപ്പാണ് കേരളത്തിൽ തന്നെ ഇപ്പോൾ പല ഇടയ്ക്കായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കലും സഹകരണ ബാങ്ക് പ്രിഫർ ചെയ്യത്തില്ല. നാഷണലൈസ്ഡ് ആയിട്ടുള്ള RBIയുടെ കീഴിലുള്ള ബാങ്കുകൾ, അതുപോലെ തന്നെ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കറേജുകൾ, ഇതിൽ മാത്രം ചെയ്യുക. ഇവർ മാത്രമേ നിങ്ങൾക്ക് ജെനുവിനായിട്ട് പൈസ ഉണ്ടാക്കി തരത്തുള്ളൂ. മൂന്നാമതൊരാൾ ഫ്രോഡാണ്, അവനെ വിശ്വസിക്കരുത്, കള്ളമാണ്, നിങ്ങളുടെ പൈസ ഇത്രയും പറഞ്ഞ ഉദാഹരണങ്ങൾ പോലെ അടിച്ചുകൊണ്ട് പോകും. ദൈവത്തെ ഓർത്ത് വിശ്വസിക്കരുത്, അത് വിശ്വസിക്കരുത് അത്രേ പറയാവുള്ളൂ. നിങ്ങളുടെ പൈസ പോകരുത്. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, നീ ആരാടാ പറയാൻ, എൻ്റെ പൈസ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇൻവെസ്റ്റ് ചെയ്തോന്നല്ലേ. നിങ്ങൾ ചെയ്തോ. പക്ഷേ ഞാൻ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പ് കാര്യങ്ങളൊക്കെ പറ്റി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരാളെങ്കിലും കേട്ടിട്ട് തട്ടിപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുമെങ്കിൽ, അയാളുടെ പൈസ അയാൾക്ക് പോയില്ലെങ്കിൽ എനിക്ക് സന്തോഷം. മാത്രമല്ല ഞാനിപ്പോൾ MBA ഫിനാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ സെക്കൻഡ് ഇയർ ആകാറായി. അപ്പോൾ അതിൽ നിന്നുള്ള അറിവുകളും ഒക്കെ നമുക്കുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പൈസ ബസാറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം കമന്റ് ബോക്സിലും ഇട്ടേക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സ്പെഷ്യൽ പ്ലീസ് സൈനിങ് ഔട്ട്.